നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ സംവിധാനം ജനങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിക്കാനുള്ള ജനസേവന കേന്ദ്രമായി കോൺഗ്രസ് ഓഫീസുകൾ മാറ്റണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് MLA. ഓൾ ഇന്ത്യ LIC ഏജൻറ്റ്സ് ഫെഡറേഷൻ 40ാം ജന്മദിനാഘോഷവും അവകാശ സംരക്ഷണ ദിനമായി ആചരിച്ചു. ഓൾ ഇന്ത്യ LIC ഏജൻറ്റ്സ് ഫെഡറേഷൻ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തൊടുപുഴ ജില്ലാ അസോസിയേഷന്റെ ജില്ലാ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ ചീഫ് കമ്മീഷണർ ചുമതല വഹിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോസഫ് മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ കോലം കത്തിച്ച് ജനസംരക്ഷണ സമിതി. പ്രതിഷേധ യോഗം ജനസംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റോയി വാരിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളുന്ന ദുശീലത്തിന് കുറവൊന്നുമില്ല. തൊടുപുഴ നഗരത്തിൽ ഉറുമ്പിൽ പാലത്തിന് സമീപം രാത്രിയുടെ മറവിൽ ചാക്കിലാക്കിയാണ് മാലിന്യം നിക്ഷേപിച്ചത്. വാർത്തകൾ വിശദമായി. സർക്കാർ സംവിധാനം ജനങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിക്കുവാനുള്ള ജനസേവന കേന്ദ്രമായി കോൺഗ്രസ് ഓഫീസുകൾ മാറ്റണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് MLA. കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗം തൊടുപുഴ ഇന്ദിരാഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സംവിധാനം ജനങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിക്കാനുള്ള ജനസേവന കേന്ദ്രമായി കോൺഗ്രസ് ഓഫീസുകൾ സജ്ജമാക്കുവാൻ പാർട്ടി ഭാരവാഹികൾ ശ്രദ്ധിക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് MLA. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ കഴിഞ്ഞ 2.5 മാസം കൊണ്ട് ജനങ്ങൾക്കിടയിൽ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുവാൻ പാർട്ടി ഘടകങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗം തൊടുപുഴ ഇന്ദിരാഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാക്കന്മാർ മാത്രമല്ല, ഇവിടെ എല്ലാ തലത്തിലുള്ള ആളുകളും അതിൻ്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ശുപാർശകൾ. അപ്പോൾ ആ ശുപാർശകളിൽ ഒട്ടുമിക്കതുമൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ വിദേശത്തേക്കുള്ള പല കാര്യങ്ങളുമായിട്ടൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ നമ്മൾ സമീപിക്കാറുണ്ട്. പഞ്ചായത്ത്, വില്ലേജ്, താലൂക്ക് അല്ലെങ്കിൽ കളക്ടറേറ്റ്, ഇതുകൊണ്ടൊക്കെ തീരുന്ന പരാതികളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിനകത്ത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് സമയബന്ധിതമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം തന്നെ ചെയ്തേക്കുക. ആളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഫോണിൽ തീർക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും, അപ്പം തന്നെ തീർത്തേക്കുക. അവധി പഴിയുന്നതും ഇല്ലാതിരിക്കുക. എന്നെ സംബന്ധിച്ച് ആ ഒരു ശീലം പണ്ടുപോലെ ഞാൻ ശീലിച്ചിട്ടുള്ള ആളാണ്. ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതാണ്, ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്തിരിക്കും. അതെല്ലാം നടക്കില്ലാത്ത കാര്യമാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അതാണ് എൻ്റെ പ്രയാസമുണ്ട്, നടക്കത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും നടത്താൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും. നടക്കാവുന്നതാണെങ്കിൽ അതിന് സമയം ഒട്ടും കളയാതെ എത്ര വേഗം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും വേഗം ചെയ്യും. അത് നമുക്ക് പൊതുവായൊരു സമീപനമായി. പിന്നെ നമുക്ക് ഈ ചെറിയ ഒത്തിരി കേസുകൾ വരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വിഷയമുള്ളത് ഈ ചികിത്സയ്ക്കുള്ള സഹായങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആശുപത്രിയിൽ പോകുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് സങ്കടകരമാണ്. അവിടെ നിന്ന് ഇറങ്ങി പോകാൻ മാറുകയില്ല, ബില്ലടയ്ക്കാൻ മാറുകയില്ല. ചിലർ ആശുപത്രിയിലേക്ക് പോകാൻ പണമില്ലാത്തതുകൊണ്ട് ചികിത്സയ്ക്ക് പോകാൻ പോലും മടിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ട് അങ്ങനെയുമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നേരത്തെ വന്നിരിക്കുന്ന നല്ല ബുദ്ധിയുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ജനപ്രതിനിധി കൂടി ആയിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ സമീപിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെയേറെ കൂടുതലാണ്. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് രാജു അടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ ജോൺ നെടിയപ്പാല, DCC ജനറൽ സെക്രട്ടറിമാരായ ജാഫർ ഖാൻ മുഹമ്മദ്, ചാർലി ആന്റണി, ജോസ് ഉരുക്കാടൻ, KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ്, മനോജ് കൊക്കാടൻ, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ, നൈസി ഡെനിൽ, ജോമി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. സപ്ലൈകോ ഇടുക്കി ജില്ലാ ഓണം ഫെയറിന് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ TJ ജോസഫ് സ്മാരക മൈതാനത്താണ് നടക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെ ഇടവേളകളില്ലാതെ പ്രവർത്തിക്കുന്ന ഈ മേളയിലേക്ക് എല്ലാ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജർ അറിയിച്ചു. ഓണം ഫെയറിൽ സപ്ലൈകോ സബ്സിഡി ഇതര വസ്തുക്കൾക്ക് പുറമെ
പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ ലഭ്യമാകുന്നതാണ്. കൂടാതെ ഹോർട്ടികോർപ്പ് പച്ചക്കറി സ്റ്റാൾ, മിൽമ, കുടുംബശ്രീ കൗണ്ടർ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. സപ്ലൈകോ ഇടുക്കി ജില്ലാ ഓണം ഫെയറിന് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെ തൊടുപുഴ ഗാന്ധി സ്ക്വയർ TJ ജോസഫ് സ്മാരക മൈതാനത്താണ് ഓണം ഫെയർ നടക്കുന്നത്. രാവിലെ 10 മുതൽ 8 വരെയാണ് സമയം. സബ്സിഡി ഇതര വസ്തുക്കൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ ഓണം ഫെയറിലൂടെ ഏവർക്കും നേടാവുന്നതാണ്. കൂടാതെ ഹോർട്ടികോർപ്പ് പച്ചക്കറി സ്റ്റാൾ, മിൽമ, കുടുംബശ്രീ കൗണ്ടർ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തവണ 3 ട്രേഡ് ഫെയറുകളാണ് എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും 3 മെഗാ ട്രേഡ് ഫെയറുകളാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈകോ നടപ്പിലാക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാ ഫെയറുകളും എല്ലാ നിയോജക മണ്ഡലത്തിൽ അതാത് നിലയിലുള്ള പ്രാദേശിക ഫെയറുകളും സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ നേരത്തെ തന്നെ ഈ ഫെയറുകൾക്കെല്ലാം ആരംഭം കുറിച്ചത്. നമുക്ക് പൊതുവിപണിയിലെ വില നിയന്ത്രിച്ച് നിർത്തുവാനും ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉറപ്പുവരുത്തുകയും ഒക്കെ ഈ ദൈർഘ്യമേറിയ ഫെയറുകളുടെ ലക്ഷ്യമാണ്. എല്ലാ സ്ഥലങ്ങളിലും പരമാവധി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ എത്തിച്ച് പൊതുവിപണിയിൽ ഉണ്ടാവുന്ന വില വ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരുക എന്ന വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഉത്സവകാലങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിപണിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അതുകൊണ്ടാണ് നേരത്തെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, കർശനമായ നടപടികൾ അത്തരത്തിലുള്ള പൂഴ്ത്തിവെപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ബാഡ് പ്രാക്ടീസസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്ന് പറയുവാൻ ഇട വന്നത്. അതിൻ്റെ അകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനത്തോട് തന്നെ അക്കാര്യത്തിൽ നീങ്ങും. ഈ ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലെ റേഷൻ കടകളിലൂടെയും മാവേലി സ്റ്റോറുകൾ വഴിയും സപ്ലൈകോ മുഖാന്തരവും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. സപ്ലൈകോ കോട്ടയം മേഖലാ മാനേജർ M. ജയപ്രകാശ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. തൊടുപുഴ നഗരസഭ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K. ദീപക് ഉത്രാടൻ സമൃദ്ധി കിറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് തിരുവോണം സമൃദ്ധി കിറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ ആതിര ജോഷി അത്തം സമൃദ്ധി കിറ്റിന്റെ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ 40ാം ജന്മദിനാഘോഷം അവകാശ സംരക്ഷണ ദിനമായി ആചരിച്ചു. തൊടുപുഴയിൽ നടന്ന ആചരണ പരിപാടിയുടെ ഉദ്ഘാടനം ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ നിർവഹിച്ചു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ 40ാം ജന്മദിനാഘോഷം അവകാശ സംരക്ഷണ ദിനമായി ആചരിച്ചു. വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കുക, ബീമാസുഖം പോർട്ടൽ നടപ്പിലാക്കുന്ന തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങുക, LICയുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് അവസാനിപ്പിക്കുക, ഏജന്റുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ അംഗീകരിക്കുക, ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ പ്രായപരിധി എടുത്തുകളയുക, പ്രീമിയം പോയിന്റുകളിലെ അപാകതകൾ പരിഹരിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ബോണ്ടിന്റെ മുദ്രവില 500 രൂപയിൽ നിന്നും 200 രൂപയായി കുറയ്ക്കുക, പ്രോവിഡന്റ് ഫണ്ട് അനുവദിക്കുക, ESI നടപ്പിലാക്കുക, CLIA മാർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, 60 വയസ്സ് പൂർത്തിയായ LIC ഏജന്റുമാർക്ക് മിനിമം 10,000 രൂപ പെൻഷൻ അനുവദിക്കുക, പോളിസി വായ്പയിലുള്ള പലിശ കുറയ്ക്കുക, ഗ്രാറ്റുവിറ്റി 20 ലക്ഷമായി വർദ്ധിപ്പിക്കുക, LICയുടെ കോമ്പറ്റീഷൻ പ്രൈസുകൾ ക്യാഷായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത്. തൊടുപുഴയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ നിർവഹിച്ചു. ബാങ്കുകാർ ഇൻഷുറൻസ് നടത്തുമ്പം ഏജന്റുമാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെ. ബാങ്കുകാരെ സംബന്ധിച്ച് ബാങ്കിലെ ഡെപ്പോസിറ്റുകാരെ മുഴുവൻ ഡീറ്റെയിലും അവർക്കറിയാം. അതിനേക്കാളുപരി ബാങ്കിൽ വായ്പ എടുക്കാൻ പറ്റുന്ന ആൾക്കാരും ബാങ്കുമായിട്ട് സർവീസ് പല ആവശ്യങ്ങൾക്ക് വരുന്ന ആൾക്കാരും ബലമായിട്ട് ഇവരുടെ നിർബന്ധപ്രകാരം എടുക്കും. അങ്ങനെ പോളിസി എടുക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ച് ബാങ്കിലൊരു ഘടനയാണ്. അവരെ സംബന്ധിച്ച് ലോൺ അടയ്ക്കാൻ പോകണോ പ്രീമിയം അടയ്ക്കാൻ പോകണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഡെപ്പോസിറ്റുള്ള കൂടുതൽ ആൾക്കാർ അതെല്ലാം ബാങ്കിങ് ബിസിനസ് ചെയ്യണവർ ബാങ്കിങ് ബിസിനസ് ചെയ്യട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ നമ്മൾ വേറെ ഒട്ടനവധി കാര്യങ്ങൾ സംസ്ഥാനത്തിൽ ഉണ്ടായി. നമ്മുടെ
ഗ്രാറ്റുവിറ്റി കാര്യങ്ങളൊന്നും നമുക്ക് വർഷങ്ങളായിട്ട് 30,000 രൂപയിൽ തുടങ്ങി നമുക്കിപ്പോൾ 5 ലക്ഷം രൂപയായി. വർഷങ്ങളായി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും നമ്മുടെ പൂർവികന്മാർ നേതാക്കന്മാരെല്ലാം അനുഭവിച്ചതിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടം വരെ ഓരോ കാര്യങ്ങൾ നേടിത്തരാൻ സാധിച്ചു. അതുപോലെ ഗ്രാറ്റുവിറ്റി അല്ല, നമ്മുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആദ്യകാലത്ത് നമുക്ക് 60,000 രൂപ അല്ലേ, 60,000 രൂപയിൽ നിന്ന് നമുക്കിപ്പോൾ 15 ലക്ഷം രൂപ വരെയായി. ഇതെന്നാ നമ്മുടെ യോഹന്നാൻ സാറ്, നമ്മുടെ സ്ഥാപക നേതാവായ യോഹന്നാൻ സാറിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച, അന്ന് അത് ഒരു വണ്ടിക്കൂലി പോലും ഇല്ല. ഒരു ബ്രാഞ്ചുകളിൽ മീറ്റിങ്ങിന് പോണതിന് ഓരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം കഞ്ഞി കിട്ടി, വണ്ടിക്കൂലി ഇല്ല. അതേപോലെ അവർക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വണ്ടിക്കൂലി ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ 2-3 രൂപയൊക്കെ ഓരോരുത്തരോട് കടം വായിച്ചൊക്കെ പോകാം. ആ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുക. ഇപ്പം നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ആ കാലത്ത് അങ്ങനെ നടത്തിയ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നേടിത്തന്ന കാര്യങ്ങളാണ് ഓരോ ഇത്. കോട്ടയം ഡിവിഷണൽ പ്രസിഡന്റ് സി ജോസഫ് കുര്യൻ, ബ്രാഞ്ച് പ്രസിഡന്റ് CB കൃഷ്ണൻ, സെക്രട്ടറി TG പ്രദീപ്, ട്രഷറർ KM മാത്യു, സൈജൻ സ്റ്റീഫൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തൊടുപുഴ ജില്ലാ അസോസിയേഷന്റെ ജില്ലാ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ ചീഫ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോസഫ് മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിനു T ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് തൊടുപുഴ ജില്ലാ അസോസിയേഷന്റെ ജില്ലാ കൗൺസിൽ യോഗം ഇടുക്കി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്നു. വൈസ് പ്രസിഡന്റ് ബിനു T ഫ്രാൻസിസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന് ജില്ലാ അഡൽ കമ്മീഷണർ ബേബി ജോസഫ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ചീഫ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോസഫ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കാലഘട്ടം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഏറ്റവും കഴിവുള്ളവരാണ്. നമുക്ക് ലഹരിയാകട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ ആകട്ടെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ SPCയിലും NCCയിലും ഒക്കെ ഉള്ളവർക്ക് പ്രത്യേക പരിശീലനങ്ങൾ ക്ലാസ്സുകളും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊരു ഉൾക്കാഴ്ച നൽകാനായിട്ട് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിശീലനവും അതുപോലെ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ടാസ്കുകളും അവർക്ക് ഉപകാരപ്പെടും. അതുപോലെ ലൈഫ് സ്കിൽസ് വളർത്തിയെടുക്കുന്നതിനും പുസ്തകപ്രമുഖരായ കുട്ടികളിൽ നിന്ന് വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിനും ഉള്ള പരിശീലനം ലഭ്യമാകുന്ന ഇടമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കൂടുതൽ കർമ്മനിരതരാകാൻ ആഹ്വാനം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ സാലറിക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ സ്റ്റാറ്റസിന് വേണ്ടിയും ജോലി ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ പുതിയ കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ടെങ്കിലും നമുക്ക് വലിയൊരു റോളുണ്ട്. അധ്യാപനം എന്ന് പറയുന്നത് മഹത്തായ ഒരു കർത്തവ്യമാണ്. അതിൽ തന്നെ ക്ലാസ്സിൽ വന്ന് 10 മണിക്ക് വന്ന് 4 മണിക്ക് പോകുന്ന ധാരാളം സഹപ്രവർത്തകരെ നമ്മൾ കാണാറുണ്ട്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്കൂളിലെ അധ്യാപകർക്കെല്ലാം റോൾ മോഡലായി നിന്നുകൊണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അധ്യാപകരായി തീരാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. യോഗത്തിൽ 2025-2026 വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഇടുക്കി ജില്ലാ സെക്രട്ടറി രതീഷ് VR അവതരിപ്പിച്ചു. തുടർന്ന് ജില്ലാ ട്രഷറർ ദീപ വർഗീസ് 2025-2026 വർഷത്തെ സാമ്പത്തിക റിപ്പോർട്ടും 2026-2027 വർഷത്തെ ബജറ്റും അവതരിപ്പിച്ചു. ലീഡർ ട്രെയിനർ എന്ന ബഹുമതിക്ക് അർഹനായ സംസ്ഥാന അസിസ്റ്റന്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ നൂറുൽ അമീൻ TP, സെൻട്രൽ റീജിയൺ അസിസ്റ്റന്റ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട PD സിസിലി എന്നിവരെ യോഗത്തിൽ അഭിനന്ദിച്ചു. കമ്മീഷണർമാരായ എൽസമ വർഗീസ്, മാഗി ജോർജ്, ട്രെയിനിംഗ് കമ്മീഷണർമാരായ ലിസി ജോസഫ്, ഡെയ്സൺ മാത്യു, ഓർഗനൈസിംഗ് കമ്മീഷണർമാരായ ജയസൂര്യ ഷാജി, ഷീബ S തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ ബിജിമോൾ ജെയിംസ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ കോലം കത്തിച്ച് ജനസംരക്ഷണ സമിതി പ്രതിഷേധ യോഗം ജനസംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റോയി വാരിക്കാട് ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ജനറൽ കൺവീനർ PT ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. അപകടാവസ്ഥയിലും കാലാവധി കഴിഞ്ഞതുമായ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കേരളത്തിന്റെ എതിർപ്പിനെ മറികടന്ന് ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപനം നടത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ പ്രതീകാത്മക കോലം കത്തിച്ച് ജനസംരക്ഷണ സമിതി പ്രതിഷേധിച്ചു. നിയമവിരുദ്ധമായ 999 വർഷ പാട്ടക്കരാർ റദ്ദാക്കണമെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജനസംരക്ഷണ സമിതി പാട്ടക്കരാർ കത്തിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നതിന്റെ ഭാഗമായാണ് പ്രവർത്തകർ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചത്. കേരളത്തോട് ആലോചിക്കാതെയും സുപ്രീം കോടതി വിധി മാനിക്കാതെയും ഏകപക്ഷീയമായി ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന തമിഴ്നാട് ബഡ്ജറ്റിലെ പ്രഖ്യാപനം കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ 6 ജില്ലകളെ ഇല്ലാതാക്കുന്ന മുല്ലപ്പെരിയാർ ദുരന്തം ഒഴിവാക്കുവാൻ
സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ ഡാമിലെ 142 അടിയായി ജലനിരപ്പ് നിജപ്പെടുത്തും എന്ന് സുപ്രീംകോടതി 136 പറഞ്ഞിരിക്കുന്നത്, നിജപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ ഗൂഢാലോചനയുടെ ആരംഭമാണ്. 50 ലക്ഷം ആളുകളുടെ ജീവനെ ബാധിക്കുന്ന, കേരളത്തിൻ്റെ പകുതി സ്ഥലം ഇല്ലാതാവുന്ന, ജീവജാലങ്ങളും വൃക്ഷങ്ങളും 50 ലക്ഷം ജീവനും മനുഷ്യജീവനും ഇല്ലാതാവുന്ന മഹാദുരന്തത്തെ ലോകത്തൊരുപക്ഷെ ഇത്ര നിസ്സാരമായി കാണുന്ന ഒരു ഭരണകൂടം ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ തമിഴ്നാട് സർക്കാരിൻ്റെ പിൻബലം പറ്റി തമിഴ്നാട് സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമേ 70-കളിൽ 999 വർഷത്തേക്ക് പാട്ടക്കരാർ എഴുതി നൽകിയത്. ലോക ചരിത്രത്തിൽ ഒരു പാട്ടക്കരാർ 999 വർഷത്തേക്ക് എഴുതി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്തെ കള്ളക്കളി വളരെ വലുതാണ്. 50 വർഷം ആയുസ് നിശ്ചയിച്ച ഡാമിന് 131 വർഷമായി. അത് അപകടാവസ്ഥയിലാണെന്ന് അത് പരിശോധിച്ച റൂർക്കി IIT-യിലെ വലിയ വിദഗ്ധർ പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഗുരുതരാവസ്ഥയിലിരിക്കുന്ന ഒരു ഡാമിന് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണം എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ ജലസംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ജനറൽ കൺവീനർ PT ശ്രീകുമാർ അധ്യക്ഷനായി. CA ജോയ്, നിക്സൺ കണ്ടിരിക്കൽ, ദീപു കരിമ്പാനി, ജെസി ജോണി, സജു തറനിലം, CN മണി, ശ്രീരാജ് ചിറ്റക്കാട്ട്, ടോജോ ജോസഫ് കല്ലർക്കൽ, ഗീതു EG, ബാബു മുണ്ടയ്ക്കൽ, തോമസ് കാട്ടാങ്കൂട്ടിൽ, ബേബി ചെമ്പരത്തി, ഷൈന ബേബി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഹരിതകർമ്മസേന കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളുന്ന ദുശീലത്തിന് കുറവൊന്നുമില്ല. തൊടുപുഴ നഗരസഭയിൽ ഉറുമ്പിൽ പാലത്തിന് സമീപം രാത്രിയുടെ മറവിൽ ചാക്കിലാക്കിയാണ് മാലിന്യം നിക്ഷേപിച്ചത്. പെരുമ്പാവൂർ പ്രവർത്തിക്കുന്ന വസ്ത്രസ്ഥാപനത്തിന്റെ അഡ്രസ് എഴുതിയ ചാക്കിലാണ് മാലിന്യം കണ്ടെത്തിയത്. മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ കൗൺസിലർ രേണുക രാജശേഖരൻ പറഞ്ഞു. കേരളത്തിൽ എല്ലായിടത്തും ഹരിതകർമ്മസേന ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം പൊതുവിടങ്ങളിലിടുന്ന ദുശീലം ഒഴിവാക്കാതെ ജനം രാത്രിയുടെ മറവിൽ തൊടുപുഴ നഗരസഭയിലെ ഉറുമ്പിൽ പാലത്തിന് സമീപം വാച്ചാലിലാണ് പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിച്ചത്. പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിന്റെ അഡ്രസ്സുള്ള ചാക്കിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കനത്ത ഫൈൻ ഈടാക്കുമെന്ന് വാർഡ് കൗൺസിലർ രേണുക രാജശേഖരൻ പറഞ്ഞു. തൊടുപുഴ നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള ഒരു തോടാണിത്, ഉറുമ്പിത്തോട്. നിരവധി വർഷമായിട്ടിത് വൃത്തിയാക്കണം എന്നുള്ള ആഗ്രഹം ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയും വേസ്റ്റുകൾ ഇടുന്നത് ഞങ്ങൾ നിരോധിച്ചുകൊണ്ട് തന്നെ നല്ല പ്രയത്നങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന് സമീപമുള്ള ഒരു വാച്ചാലിൽ കൂടി ചാക്ക് കെട്ടുകൾ ഒഴുക്കുന്നതായി ശ്രദ്ധയപ്പെടുകയും അവിടുത്തെ ജനങ്ങൾ പറയുക അവർ രാത്രി സമയങ്ങളിൽ 12 മണി 1 മണി വരെയൊക്കെ ഏറ്റിരുന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആളെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഒരു വലിയൊരു ബണ്ടിൽ പ്ലാസ്റ്റിക് കൂടിനകത്ത് കെട്ടി ആ ഓടയിൽ കൊണ്ട് തള്ളുകയും ഇന്ന് രാവിലെ നഗരസഭയിലെ ജീവനക്കാരെ കൊണ്ടുവന്നത് തുറന്നപ്പോൾ സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻ പെരുമ്പാവൂർ എന്നുള്ള ഒരു അഡ്രസ്സ് എഴുതിയ 2-3 ചാക്കുകളുണ്ട്, അതവിടെ വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അഡ്രസ്സ് എഴുതിയ ഒരു ചാക്ക് അതിനകത്തുണ്ട്. നിരവധി പ്ലാസ്റ്റിക് കൂടുകൾ, അതായത് നല്ല കവറുകൾ തന്നെയാണത്. ഹരിതകർമ്മസേന മാസത്തിൽ 2-3 പ്രാവശ്യം ഈ വാർഡുകളിൽ സ്ഥിരമായി വന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്നിട്ട് പോലും ഇത്രയും വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത ഏത് സഹോദരനായാലും അതൊരിക്കലും പൊറുക്കാനാവാത്തൊരു തെറ്റ് തന്നെയാണ്. ഉറുമ്പിത്തോടിൻ്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫണ്ടില്ലാത്ത കാരണം അത് ക്ലീൻ ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം വേസ്റ്റുകൾ ഈ തോട്ടിൽ കൂടെ ഒഴുക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിരവധി ആൾക്കാർ നമ്മുടെ വാർഡിലെയും ഇതര വാർഡുകളിലെയും ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ളം കൂടിയാണിത്. ഈ കുടിവെള്ളത്തിൽ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഏത് വ്യക്തിയാണേലും അവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് മുനിസിപ്പാലിറ്റിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കൗൺസിലർമാരും ഇതിന് പൂർണ്ണ പിന്തുണയും നൽകിയിട്ടുണ്ട്. തീർച്ചയായും നല്ല ഒരു ഫൈൻ ഈടാക്കിക്കൊണ്ട് ഇനി
ഇത്തരം പ്രവൃത്തികൾ ഈ വാർഡിലോ അല്ലെങ്കിൽ ഇതര വാർഡുകളിലോ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിന് മുൻപന്തിയിൽ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. പരിസരം ശുചിയായി സൂക്ഷിക്കാൻ സർക്കാർ വിവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഇത്തരത്തിൽ മാലിന്യം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന നടപടികൾ ചിലർ നടത്തുന്നത്. ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തി കുറ്റക്കാർക്ക് ഫൈൻ നൽകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാലാ റോഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ബിസ്മി ഹോം അപ്ലയൻസ് 13ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഉപഭോക്താക്കളുടെ വിശ്വാസവും പിന്തുണയും കൈമുതലാക്കി 13 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി ആകർഷകമായ ഓഫറുകളും ഇതോടൊപ്പം ആരംഭിച്ചു. വീട്ടുപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, എയർ കണ്ടീഷണറുകൾ, കിച്ചൺ അപ്ലയൻസ് തുടങ്ങിയ വിവിധ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ബിസ്മി ഹോം അപ്ലയൻസിൽ ലഭ്യമാണ്. കഴിഞ്ഞ 13 വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ബിസ്മി ഹോം അപ്ലയൻസസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികവും ഓണവും പ്രമാണിച്ച് വൻ ഓഫറുകളാണ് ബിസ്മി ഒരുക്കിയിരിക്കുന്നത്. എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാൻ അവസരം ഒരുക്കുന്നതിനോടൊപ്പം എല്ലാ പർച്ചേസിനും സുനിശ്ചിത സമ്മാനവും വാഗ്ദാനം ചെയ്യുന്നു. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ജോസ് തോമസ് കളരിക്കൽ കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി ഓരോ 2 മാസം കൂടുമ്പോഴും പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഡോക്ടർ അഫ്സൽ സാറിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് ഈ ബിസ്മി, ഒറിജിനൽ ബിസ്മി. അദ്ദേഹവും മക്കളും കുടുംബവും സമേതം എല്ലാവരും എല്ലാ ഷോപ്പുകളും പോയി. പിന്നെ ഇവിടുത്തെ തൊടുപുഴ ബ്രാഞ്ച് മാനേജർ ജെയ്സൺ, പിന്നെ മൂവാറ്റ ബ്രാഞ്ച് മാനേജർ ജോഫിൻ, പിന്നെ നമ്മുടെ ജോയിച്ചായൻ, അങ്ങനെ ലിറ്റോ, അങ്ങനെ നമ്മുടെ ഇതെല്ലാവരും ഇവിടെയുള്ള എല്ലാവരും മാനേജറെന്നോ സ്റ്റാഫെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇതുപോലെ ഒരു പുരോഗമനം ബിസ്മിക്കുണ്ടായതും. ഇപ്പോഴും ഹോം അപ്ലയൻസിൻ്റെ ഫസ്റ്റ് കട എന്ന് പറഞ്ഞ് പ്രിഫർ ചെയ്യുന്ന എല്ലാവരും തൊടുപുഴ ബിസ്മിയാണ്, ഒറിജിനൽ ബിസ്മിയാണ് കഴിയുന്നത്. അതിന് നമുക്ക് എല്ലായിടത്തോടും നന്ദി പറയാം. ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങളായ അൽഫോൺസ, അസ്മ എന്നിവരെ ആദരിച്ചു. നല്ലോണം പൊന്നോണം ഓഫറിൽ 2ാം ആഴ്ചയിൽ വിജയിയായ മാത്യുവിന് സമ്മാനം നൽകി. ഞാൻ കുറേ കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജോയിച്ചേട്ടനാണ് എൻ്റെ ഇങ്ങോട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കും. പിന്നെ എന്തെങ്കിലും സർവീസ് ആവശ്യമുള്ളപ്പോഴും ഞാൻ സാധാരണ കമ്പനിക്കാരെ വിളിക്കാറില്ല, ഇദ്ദേഹത്തെ വിളിക്കാറാണ്. ഇദ്ദേഹം അപ്പം തന്നെ കമ്പനിയുമായിട്ട് ഇടപാട് ചെയ്ത് എനിക്ക് അത് വളരെ നല്ല രീതിയിൽ ഇതുവരെ ചെയ്തു തന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ബിസ്മിയുടെ ഒരു വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ്. ബിസ്മി ഉത്തരോത്തരം വിജയങ്ങളിലേക്ക് പോകട്ടെ, വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ബിസ്മി ഹോം അപ്ലയൻസിലെ ജീവനക്കാരുടെ പെരുമാറ്റവും വിൽപ്പനാനന്തര സേവനവും ഏറ്റവും മികച്ചതാണെന്നും അതുകൊണ്ട് വീട്ടുപകരണങ്ങൾ വാങ്ങുവാൻ ബിസ്മിയിലാണ് വരുന്നതെന്നും ഉപഭോക്താവ് പറയുന്നു. ഞാനിപ്പം 10 വർഷമായിട്ട് ബിസ്മിയിൽ നിന്നാണ് സാധാരണ സാധനങ്ങളൊക്കെ എടുക്കാറുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ വന്ന് ജെയ്സനുമായിട്ട് പരിചയപ്പെട്ട് പിന്നെ ജെയ്സൻ്റെ വർത്തമാനവും കാര്യങ്ങളും നമ്മളോടുള്ള ബന്ധങ്ങളും വളരെ നമുക്ക് അകന്നു പോകാൻ പറ്റാത്ത നിലയിലാണ് പുള്ളിയുടെ പെരുമാറ്റം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് എടുക്കാൻ നേരത്ത് ഇവിടെ വന്ന് ഈ സാധനം ഇവിടുന്ന് എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന്. അപ്പം 13ാം വർഷം ആഘോഷിക്കുന്ന ബിസ്മിക്ക് എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേർന്നു. വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, എയർ കണ്ടീഷണറുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങി വിവിധ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ബിസ്മി ഹോം അപ്ലയൻസസിൽ ലഭ്യമാണ്. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ജോസ് തോമസ് കളരിക്കൽ സാർ അച്ചായനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അച്ചായൻ്റെ മക്കളായ തോമസ് സാറ്, ജേക്കബ് സാറിനെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഞാൻ ക്ഷണിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന മാത്യു സാറ്,
നമ്മുടെ കുര്യൻ സാറിൻ്റെ വൈഫ്, ഫാമിലി, അൽഫോൻസ, ആസ്മ, എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൗണ്ട് മിസ്റ്റ് റിട്രീറ്റ് ഓഗസ്റ്റ് 15 പ്രവർത്തനം ആരംഭിക്കും. ഇടുക്കി വണ്ണപ്പുറം പുളിക്കത്തൊട്ടിയിൽ മൗണ്ട് മിസ്റ്റ് റിട്രീറ്റ് ഓഗസ്റ്റ് 15 പ്രവർത്തനം ആരംഭിക്കും. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയിലെത്തുന്ന സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കുന്ന തരത്തിലാണ് റിട്രീറ്റ് ഒരുക്കിയിരിക്കുന്നത്. 16ലധികം പ്രീമിയം മുറികൾ, ലൈവ് റെസ്റ്റോറൻറ്റ്, ഇൻഫിനിറ്റി പൂൾ, സ്പാ, ജിം തുടങ്ങിയ ആധുനികവും ആഡംബരപൂർണമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം മികച്ച താമസാനുഭവം ഒരുക്കുകയാണ് മൗണ്ട് മിസ്റ്റ് റിട്രീറ്റിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഓഗസ്റ്റ് 15 പ്രവർത്തനം ആരംഭിക്കുന്ന മൗണ്ട് മിസ്റ്റ് റിട്രീറ്റിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. നമസ്കാരം, എൻ്റെ പേര് രാകേഷ് ചക്രപാണി. ഞാൻ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. എൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റായ മൗണ്ട് മിസ്റ്റ് റിട്രീറ്റ് എന്ന സ്ഥാപനം ഇടുക്കി പുളിക്കത്തൊട്ടിൽ നാളെ രാവിലെ ഓഗസ്റ്റ് 15 അമ്മ വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ മഹനീയ സാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണവും സാമീപ്യവും പ്രാർത്ഥനയും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 16 റൂംസും, എല്ലാം പ്രീമിയം റൂംസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 16 റൂംസും അതേ കണക്ക് ഏകദേശം 60 പേർക്ക് ഇരിക്കാവുന്ന ലൈവ് റെസ്റ്റോറൻറ്റും, അതോടൊപ്പം തന്നെ ഏകദേശം 17 മീറ്ററോളം ലെങ്ത്ത് വരുന്ന ഇൻഫിനിറ്റി പൂളും, അത് മൗണ്ട് വ്യൂ ആണ്. അതുകൂടാതെ സ്പാ, ജിമ്മ് അങ്ങനെയുള്ള സൗകര്യങ്ങളും വിനോദസഞ്ചാരികൾക്കായി ഈ സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 15 നടക്കുന്ന ഈ ഉദ്ഘാടനത്തിൽ നിങ്ങൾ ഏവരെയും ഒന്നുകൂടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. A dream, a beautiful destination, now becomes yours. The formal inauguration of Mount Misty Retreat will be held on August 15th, 2026, between 10:30 and 11:30 a.m. ഈ അഭിമാന നിമിഷത്തിൽ നിങ്ങളുടെ മഹനീയ സാന്നിധ്യം ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കേരള സ്റ്റേറ്റ് ബിവറേജ് പെൻഷൻ സ്റ്റാഫ് അസോസിയേഷൻ 20ാം സംസ്ഥാന സമ്മേളനം നടന്നു. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KK ജയേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ S അശ്വതി, R കാർത്തികേയൻ, O വിജേഷ് ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സമര മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തു പകർന്ന് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ 20ാം സംസ്ഥാന സമ്മേളനം നടന്നു. ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളിലും കേന്ദ്ര നയത്തിനെതിരായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു. ഇപ്പോൾ UDF ഗവൺമെന്റ് നിയമസഭയിൽ നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ BJPക്കെതിരായി ഒരു വാക്കുപോലും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്? ആ ചോദ്യമാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്തുകൊണ്ട് BJPയെ വിമർശിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് സന്നദ്ധമായില്ല?
എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ അത്തരം പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഒരു വിമർശനവും അവർ പ്രകടിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബഡ്ജറ്റിന്റെ നിർദ്ദേശങ്ങൾ. കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള കേന്ദ്ര സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി സംസ്ഥാനം നേരിടുന്ന ധനപരമായ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് പ്രതികരിക്കാൻ UDF ഗവൺമെന്റിന്റെ ബജറ്റ് പ്രസംഗത്തിൽ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് BJP ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങൾക്കെതിരെ പൗരത്വ നിയമം, ആ നിയമത്തിന്റെ ബാക്കി പത്രമാണ് മതത്തിന്റെയും സമുദായത്തിന്റെയും അടിസ്ഥാനത്തിൽ പൗരത്വം നിർണയിക്കുന്നു. ഇങ്ങനെ ഒരു നിലപാട് എടുത്തപ്പോൾ കേരള നിയമസഭയിൽ അന്നത്തെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിയമസഭയെ ആകെ ഈ പൗരത്വ ഭേദഗതിക്കെതിരായി മതത്തിന്റെയും സമുദായത്തിന്റെയും അടിസ്ഥാനത്തിൽ പൗരത്വം നൽകാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഈ നിയമത്തിനെതിരായ നിലപാടെടുത്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KK ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രേഷൻ, പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവയോടെ സമ്മേളനം ആരംഭിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ S. അശ്വതി രക്തസാക്ഷി പ്രമേയവും, R. കാർത്തികേയൻ VS അനുശോചന പ്രമേയവും, O. വിജേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. വിജിത്ത് സ്വാഗതം ആശംസിച്ചു. O. ശ്രീലത, S. അശ്വതി, K. വിജിത്ത്, R. കാർത്തികേയൻ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി, ജില്ലാ പ്രസിഡന്റ് R. തിലകൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി VS അരുൺ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ A. ഷാജു കണക്കും അവതരിപ്പിച്ചു. C. കീർത്തി, MG കൃഷ്ണകുമാർ, ജയപ്രകാശ്, TK കിരൺ, V. ബാലകൃഷ്ണൻ, രജിത് രാജു, രാധാകൃഷ്ണപിള്ള എന്നിവരടങ്ങിയ കമ്മിറ്റികൾ പ്രവർത്തിച്ചു. ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഭരണമാറ്റത്തോടെ നടപ്പാക്കി വരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള നയരൂപീകരണം തുടങ്ങിയവ ചർച്ചയായി. 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 264 പ്രതിനിധികൾ പങ്കെടുത്തു. ചർച്ചയ്ക്ക് മറുപടി, ഭാരവാഹി തിരഞ്ഞെടുപ്പ് എന്നിവയോടെ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന സെക്രട്ടറി S. സജീവ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ ഹെഡ് ലോഡ് ആൻഡ് ടിമ്പർ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ TR സോമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ബോർഡിന് ചെയർമാനെ നിയമിക്കുക, ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നത് അവസാനിപ്പിക്കുക, താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നത് തടയുക, തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. മാർച്ചിലും ധർണയിലും പങ്കെടുക്കുവാൻ എല്ലാ വിഭാഗം തൊഴിലാളികളോടും അഭ്യർത്ഥിക്കുകയും CITU ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ TR സോമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നും തൊഴിലാളികളുടെ ആവശ്യങ്ങളിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയയിൽ ഗവൺമെന്റ് മാറി വരും, സംവിധാനങ്ങൾ അതേപടി നിലനിൽക്കും. ഗവൺമെന്റ് മാറി നടത്തി ക്ഷേമനിധി ബോർഡ് മാറ്റാൻ പറ്റും. ക്ഷേമനിധിയിലെ മാനദണ്ഡങ്ങൾ വല്ല മാറ്റാൻ ഗവൺമെന്റ് ആലോചിക്കണം, അല്ലെങ്കിൽ അതെല്ലാം അതേപടി നിലനിൽക്കണം. ഇവിടെ നടക്കുന്ന കാര്യം എന്താ? ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി വാർഡിലെ ഓഫീസുകളിലെ ജീവനക്കാരെ എല്ലാം മാറ്റുക, തലങ്ങും വിലങ്ങും മാറ്റി. ഇവിടെ പിന്നെ കാര്യമായ മാറ്റത്തിന് വന്നില്ല. നമ്മുടെ ജില്ലയിൽ മാറ്റേണ്ട അവിടെ നിന്നറിയോ? ഓരോ പ്രദേശത്തെ തൊഴിലാളിയെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും അവിടെ നടക്കുന്ന വർക്കിനെ പറ്റിയും ഒക്കെ ഈ ഓഫീസ് ജീവനക്കാർക്ക് നല്ല ധാരണയുണ്ട്. ഒരു വിഷയം വന്നാൽ പെട്ടെന്ന് അവർക്ക് ആരോട് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുന്നൊക്കെ അവർക്കറിയാം അല്ലേ? ഒരു പൂളിൽ എന്തെങ്കിലും തർക്കം വന്നാൽ പെട്ടെന്ന് ഇടപെട്ട് പരിഹരിക്കാൻ ഈ ജീവനക്കാർക്കറിയാം അവിടെ ആരാണ് അതിൻ്റെ സമർത്ഥന്മാരായ തൊഴിലാളി നേതാക്കന്മാർ. അവരോട് പറഞ്ഞ ആ വിഷയത്തിലൊക്കെ ഇടപെടും. പുതിയ ആളുകൾ വന്നിരുന്നാൽ ഇവർക്ക് ഇതൊന്നും അറിയോ? ആരെ കാണണമെന്ന് അറിയില്ല. ഇത് വെറുതെ ഓഫീസിലിരുന്ന് മാത്രം നടക്കുന്ന ഒരു ജോലിയല്ല. ഈ തൊഴിലാളികളെ ക്രമീകരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും തൊഴിൽ രംഗത്ത് തർക്കങ്ങളോ സ്തംഭനം ഉണ്ടാകാതിരിക്കാൻ ഇടപെടുകയും ഒക്കെ ചെയ്ത്
സ്മൂത്തായ അന്തരീക്ഷത്തിൽ തൊഴിലും ജോലിയും നടക്കണം, കൂലി കൃത്യമായി ബോർഡിൽ വരുമെന്ന് ഉറപ്പുവരുത്തണം. ഇന്നലെ തൊഴിലാളികൾക്ക് ആവശ്യമായ ക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം എന്താ? ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റും. ജീവനക്കാരെ പിന്നെ മാറ്റാൻ അവർക്ക് അധികാരമില്ലാത്തതാണ് മാറ്റാൻ തന്നെ മാറ്റിയത്. തൊഴിലാളികളെ മാറ്റാൻ INDC അല്ല, BD സദസ്സിലല്ല, പുള്ളിയുടെ മുത്തപ്പം വിചാരിച്ചാലും നടക്കത്തില്ല. അതൊന്നും സംശയമില്ല. ഇപ്പം ഞങ്ങളതൊക്കെ നമ്മളവിടെ കൃത്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി CT ഷാജി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി MN ഹരിക്കുട്ടൻ പ്രസംഗിച്ചു. തൊടുപുഴ ഏരിയ സെക്രട്ടറി സിൽജോ ജോർജ് സ്വാഗതവും പ്രസിഡന്റ് M മധു നന്ദിയും പറഞ്ഞു. ജില്ലാ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കർഷകരെ നടുവൊടിച്ച് രാസവള വില വർധന പ്രതിസന്ധിയിലായി. വ്യാപാരികളും ചാക്കിന് 1700 രൂപ ഉണ്ടായിരുന്ന പൊട്ടാഷ് 2200 രൂപയായി. പൊട്ടാഷിന്റെ വില വർദ്ധിച്ചതോടെ മറ്റു കോംപ്ലക്സ് വളങ്ങളുടെയും വില വർദ്ധിച്ചു. സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിന് പിന്നാലെ രാസവളങ്ങളുടെ വില കുതിച്ചുയരുന്നത് വിലക്കുറവ് മൂലം കഷ്ടപ്പെടുന്ന കർഷകന് കൂനിന്മേൽ കുരു എന്ന പോലെയായി. ചാക്കിന് 1700 രൂപയുണ്ടായിരുന്ന പൊട്ടാഷിന് 2200 രൂപയായി. 1525 രൂപയായിരുന്നു ഫാക്ടം ഫോസിന്. ഇപ്പോൾ 2300 ഉയർന്നിരിക്കുകയാണ്. പൊട്ടാഷിൻ്റെ വില ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ കോംപ്ലക്സ് വളങ്ങളുടെയും മിക്സ്ചർ വളങ്ങളുടെയും വിലയും ക്രമാതീതമായി ഉയർന്നു. വളങ്ങളുടെ വിലവർധന കർഷകരെ പോലെ വ്യാപാരത്തെയും ബാധിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. വളത്തിന് ഭയങ്കരമായിട്ട് വില കൂടി. പക്ഷേ ഈ പേപ്പറിൽ ഇടയ്ക്ക് ന്യൂസ് വന്നിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ വരുന്നവർ അറിയാത്തവർ ഇതെന്ത് ഇടപാടാണെന്ന് ചോദിച്ചാൽ നമ്മളോടാണ് ചൂടാകുന്നത്. ചൂടാവുമല്ല, അവരുടെ അവസ്ഥ അവർ പറയുന്നു. നമ്മൾ നമ്മുടെ അവസ്ഥ പറയാതിരിക്കാൻ പറ്റുള്ളൂ. ഫാക്ടം പോസിന് 1675 രൂപ നിന്നത് 2300 രൂപയിലെത്തി. പൊട്ടാഷ് അതുപോലെ 2000 താഴെ നിന്ന് 2200 16 2250 രൂപ വിലയായി. ഇതെല്ലാം 2000 താഴെ നിന്ന വിലയാണ്. അപ്പോൾ അതുപോലെ എല്ലാ സാധനത്തിനും വില. യൂറിയ മാത്രം വില കൂടിയിട്ടില്ല, ബാക്കിയെല്ലാം വില കൂടി. കർഷകർ കൃഷിയും കുറച്ചു. കൃഷി വളം ചെയ്ത് കുറഞ്ഞു. ഞങ്ങൾക്ക് ബിസിനസ് ആണെങ്കിലും നേരെ പകുതിയായി. കൃഷികളാണ് നമ്മുടെ വാഴ, കപ്പ, ഞങ്ങളുടെ കൃഷികളൊക്കെ കുറവായിട്ടാണോ എന്തുകൊണ്ടോ അതിനാലും ശരിക്കും പകുതി കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പകുതി കച്ചവടമായി. വിപണിയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ കർഷകൻ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനാവുകയുള്ളൂ. ഇതിനിടെ മഴ ശക്തിയായതോടെ റബ്ബർ മരങ്ങളുടെ ഇലകൊഴിച്ചിൽ റബ്ബർ ഉൽപ്പാദനത്തെയും പ്രതികൂലമായി ബാധിച്ചു. വാഴ, കപ്പ, കൈത മുതലായ കൃഷികളെയും വിലവർധനവ് സാരമായി ബാധിക്കുന്നുണ്ട്. വില കുറയ്ക്കുന്നതിനായി വിപണിയിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പല്ലാരിമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF പ്രതിഷേധ മാർച്ച് നടത്തി. CPI മണ്ഡലം സെക്രട്ടറി PT ബെന്നി ഉദ്ഘാടനം ചെയ്തു. LDF പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി വ്യക്തികൾ അണിനിരന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിനെതിരെയും ഗ്രാമീണ റോഡുകളുടെയും വഴിവിളക്കുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത പല്ലാരിമംഗലം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും LDF മാർച്ച് നടത്തി. LDF പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പല്ലാരിമംഗലം പഞ്ചായത്ത് ഓഫീസ് മാർച്ച് CPI മണ്ഡലം സെക്രട്ടറി PT ബെന്നി ഉദ്ഘാടനം ചെയ്തു. 14 വകുപ്പുകളിലായി ഇന്നലെ വരെ സെക്രട്ടേറിയറ്റിൽ കേന്ദ്രീകരിച്ചിരുന്ന അധികാരം താഴെത്തട്ടിലേക്ക് കൈമാറി. ഗ്രാമപഞ്ചായത്തുകൾക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക്, ബ്ലോക്ക് പഞ്ചായത്തുകൾക്കെല്ലാമായി അധികാരം കൈമാറി. ഫണ്ട് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല, അധികാരം കൂടി ഉണ്ടെങ്കിലാണ് അത് ചെലവഴിക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലാണ് ഈ കേരളത്തിന്റെ ഇന്ന് നാം കാണുന്ന ഈ വികസനം നടന്നത്. ഇവിടെ സ്വാഗത പ്രാസംഗികം പറഞ്ഞു, കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ് ഈ കേരളം. CPIM ലോക്കൽ സെക്രട്ടറി MM ബക്കർ, TPA ലത്തീഫ്, CPI ലോക്കൽ സെക്രട്ടറി MS അലിയാർ, കേരള കോൺഗ്രസ് M പല്ലാരിമംഗലം മണ്ഡലം പ്രസിഡന്റ് EM ഹസൈനാർ, CPI അസിസ്റ്റന്റ് സെക്രട്ടറി AP റഹീം, PK മുഹമ്മദ്, NS ഷിജീബ്, OM ഹസൻ, PK മോഹനൻ, ഷാഹുൽ ഹമീദ് എന്നിവർ പ്രകടനത്തിനും ധർണാ സമരത്തിനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സർക്കാർ സംവിധാനം ജനങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിക്കാനുള്ള ജനസേവന കേന്ദ്രമായി കോൺഗ്രസ് ഓഫീസുകൾ മാറ്റണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് MLA. ഓൾ ഇന്ത്യ LIC ഏജൻറ്റ്സ് ഫെഡറേഷൻ 40ാം ജന്മദിനാഘോഷവും അവകാശ സംരക്ഷണ ദിനമായി ആചരിച്ചു. ഓൾ ഇന്ത്യ LIC ഏജൻറ്റ്സ് ഫെഡറേഷൻ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തൊടുപുഴ ജില്ലാ അസോസിയേഷന്റെ ജില്ലാ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ ചീഫ് കമ്മീഷണർ ചുമതല വഹിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോസഫ് മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ കോലം കത്തിച്ച് ജനസംരക്ഷണ സമിതി. പ്രതിഷേധ യോഗം ജനസംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റോയി വാരിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളുന്ന ദുശീലത്തിന് കുറവൊന്നുമില്ല. തൊടുപുഴ നഗരത്തിൽ ഉറുമ്പിൽ പാലത്തിന് സമീപം രാത്രിയുടെ മറവിൽ ചാക്കിലാക്കിയാണ് മാലിന്യം നിക്ഷേപിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.